ഹായ് മക്കളെ, കീം 2026 എക്സാം ഡേറ്റ് ഒഫീഷ്യലായി വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ പലരും ഇപ്പോഴും അവെയർ ആവാത്ത ഒരു ട്രാപ്പ് അല്ലെങ്കിൽ ചതി എന്ന് തന്നെ പറയാം, അത് ഇതിന്റെ പിറകിലുണ്ട്. എസ്പെഷ്യലി നിങ്ങളൊരു സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന സാധാരണ ഗവൺമെന്റോ എയ്ഡഡോ കോളേജിൽ പഠിക്കുന്ന ഒരു ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു കുട്ടിയാണോ, നിങ്ങളെ സംബന്ധിച്ചോളം ഒരു വലിയൊരു ട്രാപ്പ് ഇതിന്റെ പിറകിലുണ്ട് എന്നുള്ളത് ഡേറ്റ്സ് നോക്കിയാൽ വ്യക്തമാണ്. ഞാൻ ആ ടോപ്പിക്കിലേക്ക് വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വിലയിരുത്തുക, കമന്റ്സ് രേഖപ്പെടുത്തുക. അതായത് ഈ വർഷത്തെ കീം എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 13 ഓൾറെഡി ഡേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഏപ്രിൽ 13 ആൻഡ് ഏപ്രിൽ 23 വരെയാണ് ഈ എക്സാംസ് നടക്കുക എന്നുള്ളതും നമ്മളുടെ പുതിയ വന്ന ഒരു ഒഫീഷ്യലായുള്ള ഒരു സ്ക്രീൻഷോട്ട് തന്നെയാണ്, എല്ലാ പേജസിലും വന്നതാണ്, അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി കഴിഞ്ഞ വർഷത്തെ നിലവാരം നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതൊരു ട്രാപ്പാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ് പിള്ളേർ ഇത് ബാധിക്കുമെന്ന് പറയാൻ കാരണം ഞാൻ വ്യക്തമാക്കി തരാം. കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം എക്സാംസ് നടന്നത് 23 തൊട്ടിട്ട് 29 വരെയാണ്. ഈ വർഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് 10 ദിവസം മുന്നോട്ടാക്കിയിട്ടുണ്ട്. 10 ദിവസം പ്രോപ്പറായി പ്രിപ്പയർ ചെയ്യാനും റിവൈസ് ചെയ്യാനും മോക്ക് എക്സാംസ് എഴുതാനുള്ള ഒരു അവസരമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. 10 ദിവസം മുന്നോട്ടാക്കുന്നത് ഓക്കെ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 2 വശങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് എന്താണ്, എക്സാംസ് നേരത്തെ ആക്കി കഴിഞ്ഞാൽ റിസൾട്ട് നേരത്തെ വരും, അപ്പോൾ അഡ്മിഷൻ പ്രോസസ്സ് നേരത്തെ ആയിരിക്കും എന്നൊക്കെ ആയിരിക്കും ഒരു വാദം വരാൻ ചാൻസ് ഉള്ള. മറ്റൊരു വശം ഞാൻ പറഞ്ഞ പോലെ തന്നെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് കോച്ചിങ്ങിനോ കാശ് കൊടുത്തിട്ട് ഇനി +2 കൂടെ അവസാന സമയത്ത് ഒരു ക്രാഷ് കോഴ്സിനൊന്നും പോകാൻ പറ്റാത്ത വലിയൊരു ശതമാനം കുട്ടികളുണ്ട് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ. ഈ കീം ത്രൂ ഉള്ള എഞ്ചിനീയറിംഗ് ആയാലും ഫാർമസി കോളേജിലും ഈ ഒരു ശതമാനത്തിൽ വരുന്ന കുട്ടികളായിരിക്കും കൂടുതൽ പഠിക്കുന്ന അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈവൻ ഓൺലൈൻ ആയിട്ട് പോലും ചെറിയ ഫീസുള്ള കോഴ്സ് പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരാണ് ഇതിന് പഠിക്കുക. അവരുടെ +2 എക്സാംസിന്റെ ഷെഡ്യൂൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ആ ഒരു പാറ്റേൺ തന്നെ എടുക്കാം. ആദ്യം നിങ്ങൾക്ക് മാർച്ച് ഫസ്റ്റ് വീക്കിലായിരുന്നു 2025 ഫസ്റ്റ് വീക്ക് എന്തായിരുന്നു +2 എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ എക്സാംസ് ഫിസിക്സ് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് +2 എക്സാംസ് ഓൾമോസ്റ്റ് കഴിഞ്ഞത് മാർച്ച്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 21 ഇംഗ്ലീഷോ സെക്കൻഡ് ലാംഗ്വേജോ എക്സാം. അത് കഴിഞ്ഞ് നല്ലൊരു ശതമാനം കുട്ടികളും +1 ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്നുണ്ട്. ആ എക്സാംസ് കഴിഞ്ഞത് ഓൾമോസ്റ്റ് മാർച്ച് എൻഡിലാണ്, മാർച്ച് 29 ഓർ 30 സംതിങ്, കറക്റ്റോ എനിക്ക് ഓർമ്മയില്ല, മാർച്ച് അവസാന ദിവസം വരെ എന്തായാലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു കീം എക്സാം വന്നിരുന്നത്. അതുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ അവർക്ക് ഓൾമോസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ 20+ ഡേയ്സ് ഉണ്ട്. ഒരു ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തിട്ടോ ഇനി ജോയിൻ ചെയ്യാതെയോ ഒരു 20+ ഡേ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടൈം അവിടെ ഉണ്ടായിരുന്നു. ഈ വർഷവും ഈ പറഞ്ഞ അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും +2 എക്സാംസും ഉണ്ടാവുക, +1 ഇംപ്രൂവ്മെന്റ് എക്സാമും ഉണ്ടാവുക. അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം 20+ ഡേയ്സ് കിട്ടിയത് അതിവിടെ എന്ത് ചെയ്യാണ്, തീർത്തും ഒരു 10+, ഒരു 13 ഡേയ്സ് ഒക്കെ നമുക്ക് മാക്സിമം കിട്ടും. ഒരു 13 ഡേയ്സ് ഈ 20 ഡേയ്സ് തമ്മിൽ അത്ര വലിയ വ്യത്യാസം, നേരത്തെ പഠിക്കേണ്ടെന്നുള്ള സംശയങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിനോട് ഞാൻ സ്റ്റിക്ക് ചെയ്യാണ്. ഒരു കോച്ചിങ്ങിന് എൻട്രൻസിനൊക്കെ പോയി കഴിഞ്ഞ് ഓൾറെഡി ഇതൊക്കെ ഒരു തവണ റിവൈസ് ചെയ്ത് പ്രോപ്പറായി പഠിച്ചൊരു കുട്ടിക്ക് അവസാനത്തെ ഈ 13 ഡേയ്സ് ആണെങ്കിൽ ഓക്കെയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ ആ ഒരു വലിയൊരു കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ട്, അവർ മെജോറിറ്റി പേരും പ്രോപ്പറായി കീമിന് വേണ്ടിയുള്ള പഠനം തുടങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ കഴിയുന്നത് ഈ പറഞ്ഞ ഡേയ്സിലാണ്. അപ്പോൾ അത് അവിടെ വലിയൊരു ചതിയാണ്. ഇനി ഇത് ചതി എന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBSE സ്റ്റുഡൻസിൻ്റെ കേസിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, വലിയൊരു വിവാദം നടന്നു, നിങ്ങൾക്ക് അത് അറിയുന്നോ അറിയില്ല. അതായത് കീമിൽ എന്തുണ്ട്, സ്റ്റേറ്റ് ബോർഡിൻ്റെ മാർക്ക് കൂടി കൺസിഡർ ചെയ്യും. 50-50% പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. കേരള സ്റ്റേറ്റ് സിലബസ് പഠിച്ച് നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പോലും നിങ്ങളെ മാർക്ക് എന്ത് ചെയ്യും, ഒഫീഷ്യലി കീമിന് കൺസിഡർ ചെയ്യുമ്പോൾ ഒന്ന് കുറയ്ക്കും. നോർമലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ട്. അതായത് സ്റ്റേറ്റ് പിള്ളേരും CBSE പിള്ളേരുടെയും മാർക്ക് വെച്ച് നോർമലൈസ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ് പിള്ളേരെ മാർക്ക് ഒന്ന് കുറയ്ക്കുന്ന പരിപാടിയുണ്ട്. അതായത് നിങ്ങളെ കഴിവിൻ്റെ പരമാവധി +2 ബോർഡ് എക്സാം മാർക്ക് വാങ്ങിയാലും അവസാനം കീമിന് സ്റ്റേറ്റ് പിള്ളേരെ മാർക്ക് ഒന്ന് കുറയ്ക്കുന്ന പരിപാടിയുണ്ട്. CBSE കുട്ടികൾക്ക് ഓട്ടോമാറ്റിക് അഡ്വാൻറ്റേജ് വരും. കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റുകൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. കഴിഞ്ഞ കുറേ വർഷങ്ങളെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും CBSE സ്റ്റുഡൻസ് ആണ് ആദ്യത്തെ 100 ആയാലും ആദ്യത്തെ 1000 റാങ്കിലും മെജോറിറ്റി വരുന്നത്. അപ്പോൾ അവർ മിടുക്കരൊക്കെ തന്നെയാണ്, പക്ഷേ സ്റ്റേറ്റിലെ മിടുക്കന്മാരെ മാർക്ക് കുറയ്ക്കുന്ന ഒരു നോർമലൈസേഷൻ പ്രോസസ്സ് ഉണ്ട്. കഴിഞ്ഞ വർഷം വലിയ വിവാദം നടന്നിരുന്നു. എജുപോർട്ടിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സുപ്രീം കോടതി വരെയൊക്കെ പോയത്. അതിൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ കാണാം. അതിൽ അവസാനം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു വിധി എന്ന് പറഞ്ഞാൽ, ഇത് പ്രോസസ്സൊക്കെ മുന്നോട്ട് പോയി ഇനി കുട്ടികളുടെ ഭാവി ആലോചിച്ച് നിലവിൽ ഇങ്ങനെ പോട്ടെ, ഭാവിയിൽ ഇത് പരിഹരിക്കാം എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. എന്നാൽ
നിലവിൽ കീമിൻ്റെ പുതിയൊരു പ്രോസ്പെക്ടോസോ പുതിയൊരു സാധനങ്ങളൊന്നും വന്നിട്ടില്ല. പുതിയ വരുന്ന പ്രോസ്പെക്ടോസിൽ സ്റ്റേറ്റ് പിള്ളേർക്ക് അവർക്ക് എന്താണ് അവകാശപ്പെട്ട ആ ഒരു നീതി കിട്ടുമെന്നേ നമുക്ക് പ്രതീക്ഷിക്കാം. സ്റ്റിൽ ഞാൻ പറഞ്ഞ ആ ഒരു അണ്ടർ പ്രിവിലേജ്ഡായിട്ടുള്ള സ്റ്റുഡൻസിന് ഈ പറഞ്ഞ ഡേയ്സ് സത്യം പറഞ്ഞാൽ കുറവാണ്. അവിടെ വീണ്ടും ഒരു അഡ്വാൻറ്റേജിന് ചാൻസ് വരികയാണ്. CBSE സ്റ്റുഡൻസിന് ഫെബ്രുവരിയിലൊക്കെ ബോർഡ് എക്സാംസ് കഴിയുകയും അവർക്ക് ഓൾമോസ്റ്റ് 1.5 മാസത്തോളം പ്രിപ്പറേഷൻ സമയം കിട്ടുകയാണ്. അവർക്ക് ബോർഡ് എക്സാംസ് പറഞ്ഞാൽ വളരെ ലിബറലാണ്. അതായത് ഒരു എക്സാംസിൻ്റെ ഇടയിൽ 10 ദിവസം വരെ ലീവ് കിട്ടുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട്. എന്തായാലും +2 ബോർഡ് എക്സാമിൻ്റെ കേസിൽ നിങ്ങൾക്ക് അത് കിട്ടില്ല എന്ന് ഉറപ്പുള്ള കാര്യമാണ്. കാരണം +2 എക്സാംസും +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവർ അതും ഒക്കെ കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഒരു ടൈറ്റായിട്ട് പാക്ഡ് ആയിട്ടുള്ള ഒരു മാർച്ച് മാസം കഴിഞ്ഞ് അവർ ഏപ്രിൽ മാസത്തിൽ ഈ പറഞ്ഞ ഡേയ്സിൽ വളരെ കുറഞ്ഞ ദിവസമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഫൈനലായിട്ട് ഈ 13 ദിവസത്തിൽ ക്രാഷൊക്കെ, അതായത് +2വിന് ശേഷം ക്രാഷൊക്കെ പഠിച്ച് സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ച ആൾക്കാർ കീം എക്സാം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്താവും നമുക്ക് വഴിയെ തന്നെ കണ്ടറിയണം. അപ്പോൾ ഇത് ഒരു മുന്നറിയിപ്പാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ആദ്യമേ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സ്റ്റേറ്റ് പിള്ളേരോട് പറയാനുള്ള റിക്വസ്റ്റ്. ഇനി CBSE പിള്ളേർ ആരുണ്ടെങ്കിൽ നിങ്ങളെ രീതിയിൽ പഠിച്ചോളൂ, നിങ്ങൾക്ക് നിങ്ങളെ മാർക്ക് കിട്ടും, നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക് കിട്ടും. സ്റ്റേറ്റ് പിള്ളേരെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മാക്സിമം ഇനിയും പറയാൻ നിങ്ങളോട് ശ്രമിക്കാം. നിങ്ങളെ പഠനമായിട്ട് മുന്നോട്ട് പോവുക, ഉഴപ്പരുത്. ഇപ്പോൾ നല്ലൊരു റൈറ്റ് ടൈമാണ്. നവംബർ മന്തിലൊക്കെ നമുക്ക് കാര്യമായിട്ട് വർക്ക്സ് ഒന്നും വരുന്നില്ല. ഡിസംബറിൽ ക്രിസ്മസ് എക്സാം വരുന്നുള്ളൂ. സോ ഇപ്പോഴേ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ആക്റ്റീവായിട്ടൊന്ന് എന്ത് ചെയ്യുക, ഇതിന് പിന്നാലെ നടക്കുക. എന്നിട്ട് ഇത് മാറ്റാൻ വേണ്ടി നിങ്ങൾ ഇനി മുറവിളി കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല, അത് എക്സാംസ് അവിടെ നടക്കും. പക്ഷേ നിങ്ങൾക്ക് ഇത്രയും നേരത്തെ ഇതിനെ പറ്റി അവയർനെസ് ഉണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ പഠിക്കാതെ ഉഴപ്പി നടന്നാൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമായി അവസാനം മാറും. സോ ബി പ്രിപ്പയർഡ്. ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, കഴിയും വിധം ഒന്ന് റിവൈസ് ചെയ്ത് തുടങ്ങുക. +1 ടോപ്പിക്സ് ഒന്ന് റിവൈസ് ചെയ്ത് പൊടി തട്ടി +2 ഇനി പഠിക്കുന്ന ചാപ്റ്റേഴ്സൊക്കെ മാക്സിമം അപ്ഡേറ്റഡ് ആയിട്ട് കീമിൻ്റെ ഒരു ലെവലിലൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. കീം റിലേറ്റഡ് ആയിട്ട് കൂടുതൽ വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫ്രണ്ട്സിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എസ്പെഷ്യലി കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന, ഫാർമസി കോഴ്സിന് പോകാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സംഭവത്തെ പറ്റി അവരെ അവെയർ ആക്കുക. എസ്പെഷ്യലി സ്റ്റേറ്റ് പിള്ളേരോടാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. സോ അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ കാണാം. പോസിറ്റീവായിട്ട് നമുക്കൊരു പ്രശ്നത്തെ അപ്രോച്ച് ചെയ്യാം. നിങ്ങൾ പഠിച്ചു തുടങ്ങാം, നിങ്ങളെ സൈഡ് നിങ്ങൾ ക്ലിയർ ആക്കുക. ഗവൺമെൻറ് സൈഡിൽ നിന്ന് നോർമലൈസേഷൻ മറ്റു കാര്യങ്ങളൊക്കെ അവർ ചെയ്യും, നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വർഷം അങ്ങനെ ഒരു അനീതി ഉണ്ടാവില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകുന്നത് നല്ലതാണ്. സോ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാം.